നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ, ഇവിടെ അവതരിപ്പിക്കുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളത്തെ ദിനം ഞായറാഴ്ച. നാളെ ഞായറാഴ്ചത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:19, അസ്തമയം വൈകിട്ട് 6:37. നാളത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാകുന്നു. വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയുള്ള സമയം നാം ഒരു ശുഭകാര്യങ്ങൾ ഞായറാഴ്ച രാഹുകാല സമയം 1.5 മണിക്കൂർ ദൈർഘ്യസമയം നാം അനുഷ്ഠിക്കാറില്ല. നാളത്തെ ദിനത്തിൻ്റെ പ്രത്യേകത, നാളെ വെളുത്തപക്ഷത്തിലെ ഏകാദശി തിഥിയാകും. ചന്ദ്രൻ വൃദ്ധിയുടെ പൗർണമിയുടെ പൂർണ്ണതയിലേക്ക് അങ്ങനെ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകാദശി വളരെ നല്ലൊരു തിഥിയാണ്. അത് വെളുത്തപക്ഷത്തിലായാലും കറുത്തപക്ഷത്തിലായാലും ഏകാദശി ഭഗവാൻ കൃഷ്ണനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കറുത്തപക്ഷത്തിലെ ഏകാദശിക്കാണ് വളരെ പ്രാധാന്യം. കൃഷ്ണപക്ഷ ഏകാദശി, കറുത്തപക്ഷ ഏകാദശിയിലാണ് അമ്മമാർ ഏകാദശി വ്രതം, നോമ്പ് ഒക്കെ എടുക്കുക. അതിൽ കൃഷ്ണന് പ്രാധാന്യമുള്ള ഒരു മാസത്തെ ഏകാദശി നിങ്ങൾക്കറിയാം. വൈകുണ്ഠ ഏകാദശിയൊക്കെ ഗുരുവായൂർ ജനലക്ഷങ്ങൾ അണിനിരക്കുന്ന ദിനമായിരിക്കും. നാളത്തെ നക്ഷത്രവും നല്ല നക്ഷത്രമാണ്. നല്ല മൂലം നക്ഷത്രമാണ്. മൂലം ഒരു ശുഭനക്ഷത്രമാണ്. വെളുത്തപക്ഷത്തിലെ മൂലമാണ്. അത് ചോറൂണായാലും യാത്രയായാലും മറ്റ് ശുഭകാര്യങ്ങൾക്കൊക്കെ മൂലം നക്ഷത്രം നാം സ്വീകരിക്കും. പക്ഷേ മൂലം നക്ഷത്രത്തിൻ്റെ ഒരു ദോഷം എന്താണ്? അത് വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ്. ആദാതവ്യം എന്ന ദാതവ്യം തച്ഛേഷന്ത് വിനശ്യതി. വാങ്ങരുത്, കൊടുക്കരുത്, അതിൻ്റെ ബാക്കി പോലും നശിച്ചു പോകുമെന്ന് പറയുന്നു മൂലം നക്ഷത്രത്തിൽ. അങ്ങനെയുള്ള 6 നക്ഷത്രങ്ങൾ: കൃത്രിക ഭാഗ്യം മൂലാശ്ച മകാ ചിത്രാച രേവതി. കാർത്തിക ഭാഗ്യം എന്നാൽ ഉത്രം മൂലം, മകം ചിത്ര രേവതി. ആദാതവ്യം എന്ന ദാതവ്യം, വാങ്ങരുത്, കൊടുക്കരുത്. അതിനാൽ വാങ്ങൽ കൊടുക്കൽ വിഷയങ്ങൾക്ക് നാളത്തെ ദിനം അഭികാമ്യമല്ല എന്നറിയുക. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങൾ ചെയ്യണമെങ്കിൽ കാലത്ത് 11:15 മുതൽ 12:15 മണി വരെയുള്ള സമയം ഏറ്റവും അനുകൂലമാണ് എന്നറിയുക. നാളത്തെ ദിനം മൂലം നക്ഷത്രമാകയാൽ മൂലം രാഹുകേതുക്കളിൽ കേതുവിൻ്റെ നക്ഷത്രമാകുന്നു. അശ്വതി മകം മൂലം. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ നാഗപ്രീതി ചെയ്യാം, ശിവക്ഷേത്ര സന്നിധിയിൽ പോകാം. ഞായറാഴ്ചയാണ്. അപ്രകാരം തന്നെ ആയില്യപൂജ, സർപ്പവലി, നാഗക്ഷേത്രത്തിൽ ചെയ്യുക. അതേ രീതിയിൽ ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന മന്ത്രം ജപിക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകർ, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളത്തെ ദിനത്തെ ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.